നമസ്കാരം സുഹൃത്തുക്കളെ, വീണ്ടും ഒരു രസകരമായ കഥയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഈ കഥയിൽ തന്റെ രണ്ടാനമ്മയുമായി പ്രണയത്തിലാകുന്ന ഒരു യുവാവിനെ നമുക്ക് കാണാം. അച്ഛന്റെ അഭാവത്തിൽ അവൻ ഓരോ ദിവസവും രഹസ്യമായി തന്റെ രണ്ടാനമ്മയുമായി ശാരീരിക ബന്ധത്തിലേർപ്പെടുന്നു. എന്നാൽ അവന്റെ രണ്ടാനമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതോടെ അവന് വലിയൊരു പ്രതിസന്ധി നേരിടേണ്ടിവരുന്നു. ഇനി അവർക്ക് എന്തു സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. വൈകാതെ തന്നെ കഥ തുടങ്ങാം. കഥയുടെ തുടക്കത്തിൽ സൈമൺ എന്നു പേരുള്ള ഒരു യുവാവിനെ നാം കാണുന്നു. അവൻ തന്റെ കാമുകിയായ എലീസയ്ക്കൊപ്പമാണ് താമസിച്ചിരുന്നത്. ഇന്ന് അതിരാവിലെ തന്നെ അവർ രണ്ടുപേരും വളരെ മൂഡിലായിരുന്നു. അവർ പരസ്പരം അടുത്തിടപഴകുകയായിരുന്നു. എന്നാൽ അവർക്ക് ആ സന്തോഷം അവിടെ നിർത്തേണ്ടിവന്നു. കാരണം സൈമണ് എലീസയ്ക്കൊപ്പം സ്വന്തം വീട്ടിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. കാരണം ഇന്ന് അവന്റെ അച്ഛന്റെ ജന്മദിനമാണ്. യഥാർത്ഥത്തിൽ ഇവർ രണ്ടുപേരും അശ്ലീല ചിത്രങ്ങൾ വരയ്ക്കുന്ന കലാകാരന്മാരാണ്. വീട്ടിലേക്ക് പോകുമ്പോഴും സൈമൺ ഒരു ചിത്രം വരയ്ക്കുകയായിരുന്നു. അതിൽ എലീസ തന്റെ കൈകൾ കൊണ്ട് അവന്റെ സ്വകാര്യഭാഗത്ത് സ്പർശിക്കുന്നത് കാണാമായിരുന്നു. ഇത് കണ്ട് എലീസ ഒരുപാട് ചിരിക്കുന്നു. അതിനുശേഷം അവർ വീട്ടിലെത്തുന്നു. അവിടെ കുടുംബത്തിലെ എല്ലാവരും നേരത്തെ തന്നെ എത്തിയിരുന്നു. തുടർന്ന് എല്ലാവരും ഭക്ഷണമേശയ്ക്ക് ചുറ്റുമിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇത് കാണുമ്പോൾ അവർ വളരെ മതവിശ്വാസികളാണെന്ന് തോന്നും. പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവരും പാർട്ടി ആഘോഷിക്കാൻ തുടങ്ങുന്നു. സൈമൺ ശ്രദ്ധിക്കുന്നു തന്റെ അമ്മ എലീസയുമായി വളരെ വേഗത്തിലടുത്തുവെന്ന്. അപ്പോഴാണ് അവന്റെ ശ്രദ്ധ രണ്ടാനമ്മയായ ലാലിയിലേക്ക് തിരിയുന്നത്. അവന്റെ അച്ഛനും ലാലിയുമായി നല്ല ബന്ധത്തിലായിരുന്നു. സൈമണും ലാലിയെ അവിടെ വെച്ച് തന്നെ കീഴ്പ്പെടുത്താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നോക്കുന്നു. ഇതിൽ നിന്നും സൈമണ് ലാലിയെ ഇഷ്ടമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സൈമണിന്റെ അച്ഛൻ കൂടുതൽ സമയവും ലാലിയുടെ ശരീരത്തിൽ സ്പർശിക്കുന്നതിലാണ് ശ്രദ്ധിച്ചിരുന്നത്. ഇതുകാരണം സൈമണിന്റെ അമ്മ അവരോട് അല്പം ദേഷ്യത്തിലായിരുന്നു. അമ്മയുടെ ദേഷ്യം കണ്ട് സൈമണ് കാര്യം മനസ്സിലാകുന്നു. അതിനുശേഷം എല്ലാവരും ഒത്തുകൂടി സൈമണിന്റെ അച്ഛന്റെ ജന്മദിനം ആഘോഷിക്കുന്നു. ആ അവസരം നോക്കി സൈമൺ എലീസയുമായി അടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ പുറത്തുനിന്നും ആരോ വിളിക്കുന്ന ശബ്ദം അവൻ കേൾക്കുന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ തന്റെ അമ്മ പെട്ടെന്ന് ബോധരഹിതയായി വീണത് കാരണം പരിക്കേറ്റതായി അവൻ കാണുന്നു. എല്ലാവരും അമ്മയെ ബോധം തെളിയിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇതുകണ്ട് സൈമണിന്റെ അച്ഛനാണ് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത്. അദ്ദേഹം 2 വിവാഹം കഴിച്ചെങ്കിലും 2 പേരെയും കുറിച്ച് അദ്ദേഹത്തിന് ആശങ്കയുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഡോക്ടറാണ്, ഒപ്പം ഒരു മോശം കലാകാരനുമാണ്. അദ്ദേഹത്തിന്റെ ചില സ്വഭാവങ്ങൾ സൈമണിലുമുണ്ടായിരുന്നു. സൈമണിന്റെ അച്ഛൻ ഒരു ഡോക്ടറായതിനാൽ അദ്ദേഹം അമ്മയെ പരിചരിക്കുന്നു. ഈ അപകടത്തിന് ശേഷം പാർട്ടി അവിടെ അവസാനിക്കുന്നു. അതുകൊണ്ട് സൈമൺ എലീസയ്ക്കൊപ്പം തിരിച്ചുപോകുന്നു. സൈമൺ തന്റെ അമ്മയുടെ കാര്യത്തിൽ വലിയ വിഷമത്തിലായിരുന്നു. അതുകൊണ്ട് എലീസ അവന്റെ അപ്പാർട്ട്മെന്റിൽ കൂടെ നിൽക്കുന്നു. രാത്രി മുഴുവൻ അവർ പ്രണയിക്കുകയും ശാരീരികമായി അടുക്കുകയും ചെയ്യുന്നു. അടുത്ത ദിവസം സൈമൺ തന്റെ എല്ലാ മോശം ചിത്രങ്ങളും എലീസയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് അവർ ആ ചിത്രങ്ങൾ ഒരു ലേലത്തിനയക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. അപ്പോഴാണ് സൈമണിന്റെ അമ്മ അവിടെ വരുന്നത്. അമ്മ അച്ഛനോടൊപ്പം ഒരു അവധിക്കാലം ആഘോഷിക്കാൻ പോവുകയാണെന്ന് അവനോട് പറയുന്നു. അതുകൊണ്ട് അവൻ വീട്ടിൽ വന്ന് അച്ഛന്റെ ജോലികൾ നോക്കണമെന്ന് അമ്മ ആവശ്യപ്പെടുന്നു. ഈ അവധിക്കാലം തന്റെ മാതാപിതാക്കളെ കൂടുതൽ അടുപ്പിക്കുമെന്ന് സൈമൺ കരുതി. എന്നാൽ ഈ തിരക്കുകൾക്കിടയിൽ അവന് തന്റെ ചിത്രങ്ങൾ ലേലത്തിനയക്കാൻ സാധിച്ചില്ല. അടുത്ത ദിവസം സൈമൺ തനിച്ച് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തിയ ശേഷം അച്ഛൻ ജോലികളെല്ലാം അവനെ ഏൽപ്പിക്കുന്നു. അതിനുശേഷം സൈമണിന്റെ അച്ഛനും അമ്മയും അവധിക്കാലം ആഘോഷിക്കാൻ പോകുന്നു. അവർ പോകുന്നത് കണ്ട് ലാലി അത്ര സന്തോഷവതിയായിരുന്നില്ല. അവർ പോയ ശേഷം വൈകുന്നേരം സൈമൺ എലീസയ്ക്കൊപ്പം ഒരു പരിപാടിക്ക് പോകുന്നു. അവിടെ നിന്ന് തിരിച്ചുവന്ന് തന്റെ ജോലികൾ പൂർത്തിയാക്കിയ ശേഷം അവൻ പൂന്തോട്ടത്തിൽ തന്റെ കസിനൊപ്പം ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ലാലി അവിടേക്ക് വരുന്നത്. ലാലിക്ക് സൈമണിൽ വലിയ താൽപര്യം തോന്നിയിരുന്നു. എന്നാൽ ലാലിയുടെ സംസാരം സൈമണെ വേദനിപ്പിക്കുന്നു. ലാലി കാപ്പി എടുക്കാൻ അടുക്കളയിൽ വന്നപ്പോൾ സൈമൺ കാപ്പി മുഴുവൻ കളഞ്ഞ് മുറിയിലേക്ക് പോകുന്നു. രാത്രിയിൽ അവൻ ഒരു ചിത്രം വരയ്ക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ മൂഡ് ശരിയല്ലാത്തതിനാൽ അവനൊന്നും വരയ്ക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് അവന്റെ കസിൻ അവിടെ വരുന്നത്. അവൻ ഒരു കഷ്ണം ഇറച്ചിയുമായി വന്ന് തന്റെ നായയെ കളിയാക്കുന്നു. നായ കുരയ്ക്കുന്നത് കാരണം അവിടെ വലിയ ബഹളമായിരുന്നു. അതുകൊണ്ട് സൈമൺ ഒരു ഇറച്ചിക്കഷ്ണം നൽകി നായയെ ശാന്തനാക്കുന്നു. അടുത്ത ദിവസം രാവിലെ സൈമൺ ജനലിലൂടെ നോക്കുമ്പോൾ ലാലി അച്ഛനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് കാണുന്നു. അച്ഛന്റെ കോൾ വന്നപ്പോൾ കാര്യം സൈമണ് മനസ്സിലാകുന്നു. അച്ഛൻ അമ്മയോടൊപ്പം ഒരു ബീച്ചിൽ പോയതുകൊണ്ടാണ് ലാലി ദേഷ്യപ്പെടുന്നത്. അവിടെ അവർ സന്തോഷമായി സമയം ചിലവഴിക്കുകയാണ്. ലാലിയെ ശല്യം ചെയ്യരുതെന്ന് അച്ഛൻ സൈമണെ ഉപദേശിക്കുന്നു. തുടർന്ന് അവൻ തന്റെ അങ്കിളിനൊപ്പം ജോലി ചെയ്യുന്നു. അവൻ ലാലിയോട് ക്ഷമ ചോദിക്കാൻ പോകുമ്പോൾ അവിടെ ഒരു രോഗി വരുന്നു. അതുകൊണ്ട് അപ്പോൾ അവന് ക്ഷമ ചോദിക്കാൻ കഴിഞ്ഞില്ല. കുറച്ചു സമയം കഴിഞ്ഞ് അവൻ ലാലിയുടെ അടുത്ത് ചെന്ന് ക്ഷമ ചോദിക്കുന്നു. തന്റെ ജീവിതത്തിൽ മടുത്ത ലാലിക്ക് നിയന്ത്രണം നഷ്ടപ്പെടുകയും സൈമണിന്റെ മുന്നിൽ വെച്ച് കരയുകയും ചെയ്യുന്നു. സൈമൺ അവളെ ആശ്വസിപ്പിക്കുന്നു. എന്നാൽ അപ്പോൾ ലാലി അവനെ ചുംബിക്കുന്നു.
അവിടെ ഒരു പ്രണയാന്തരീക്ഷം ഉടലെടുക്കുന്നു. എങ്കിലും എന്തെങ്കിലും സംഭവിക്കുന്നതിനു മുമ്പ് അവർ സ്വയം നിയന്ത്രിക്കുന്നു. അവിടെ നിന്ന് പോയെങ്കിലും സൈമൺ ലാലിയുടെ ഓർമ്മകളിൽ മുഴുകിയിരുന്നു. എലീസയ്ക്കൊപ്പം ഇരിക്കുമ്പോഴും അവൻ ലാലിയെക്കുറിച്ചാണ് ചിന്തിച്ചിരുന്നത്. അടുത്ത ദിവസം അവൻ ലാലിയോട് സംസാരിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ ഒരു ജോലി കാരണം ലാലിക്ക് പുറത്തുപോകേണ്ടി വന്നു. അവൾ പോയ ശേഷം സൈമൺ അവളുടെ ഫോട്ടോകൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കൊറിയർകാരൻ ലാലിക്ക് കുറച്ച് പൂക്കൾ നൽകുന്നു. ആ പൂക്കൾ അച്ഛൻ അയച്ചതാണെന്ന് സൈമണ് മനസ്സിലാകുന്നു. അതറിഞ്ഞ സൈമൺ ആ പൂക്കൾ വീടിന് പുറത്തുള്ള ചവറ്റുകുട്ടയിലെറിയുന്നു. അതായത് സൈമൺ ഇപ്പോൾ ലാലിയുടെ ആരാധകനായി മാറിയിരിക്കുന്നു. ലാലിയുടെ ചിന്തയിൽ ഭ്രാന്തനായ അവൻ എലീസയ്ക്ക് തന്റെ കസിനുമായി ബന്ധമുണ്ടെന്ന കാര്യം പോലും അറിഞ്ഞില്ല. അവർ രണ്ടുപേരും ഒരുമിച്ച് സമയം ചിലവഴിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ സൈമണ് അതിൽ ഒരു കുഴപ്പവും തോന്നിയില്ല. അടുത്ത ദിവസം ലാലി വീട്ടിൽ നിന്നും സാധനങ്ങൾ എടുക്കുമ്പോൾ സൈമൺ അത് നോക്കി നിൽക്കുന്നു. അവൻ നേരെ ലാലിയുടെ മുറിയിൽ ചെന്ന് അവളെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നു. ലാലിയും അതിൽ സന്തോഷവതിയായിരുന്നു. തുടർന്ന് അവൾ സൈമണെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ അവർ രാത്രി മുഴുവൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഇതിനുശേഷം അവർ തമ്മിലുള്ള ബന്ധം വളരെ ശക്തമായി. സൈമണിന്റെ മുഖത്ത് ഇപ്പോൾ എപ്പോഴും ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു. എന്നാൽ താൻ എലീസയോട് തെറ്റ് ചെയ്തുവെന്ന് അവനു വൈകാതെ ബോധ്യമായി. ഒരു രാത്രി അവർ ക്ലബ്ബിലിരിക്കുമ്പോൾ അവൻ എലീസയോട് സത്യം പറയുന്നു. താൻ ലാലിയുമായി ബന്ധത്തിലാണെന്ന് അവൻ വെളിപ്പെടുത്തുന്നു. ഇത് കേട്ടതോടെ എലീസയ്ക്ക് സൈമണിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും അവൾ അവിടെ നിന്ന് പോകുകയും ചെയ്യുന്നു. സൈമൺ വിഷമത്തോടെ ലാലിയുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അവൻ ലാലിയുമായി വീണ്ടും സമയം ചിലവഴിക്കുന്നു. അവർ മദ്യപിക്കുകയും പരസ്പരം രസകരമായ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു. അടുത്ത ദിവസം രാവിലെ അച്ഛൻ തിരിച്ചെത്തിയെന്ന് സൈമൺ കാണുന്നു. അവൻ വേഗത്തിൽ മുറിയിൽ പോയി വസ്ത്രം ധരിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നു. എന്നാൽ അച്ഛനെ ഇവരെക്കുറിച്ചൊന്നും മനസ്സിലായില്ല. എലീസയുമായി ബ്രേക്കപ്പ് ആയതുകൊണ്ടാണ് സൈമൺ ഇവിടെ താമസിക്കാൻ വന്നതെന്ന് ലാലി നേരത്തെ അച്ഛനോട് പറഞ്ഞിരുന്നു. സ്വന്തം വീട്ടിലെത്തിയ സൈമണ് വലിയ മാനസിക വിഷമം അനുഭവപ്പെടുന്നു. അവൻ തന്റെ അമ്മയെ വിളിച്ച് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നു. എന്നാൽ അച്ഛൻ തന്റെ സാധനങ്ങളുമായി ലാലിയുടെ വീട്ടിലേക്ക് മാറുന്നത് കണ്ട് അമ്മ ദേഷ്യത്തിലായിരുന്നു. ആ വഴക്കിനിടയിൽ അമ്മ തന്റെ ഫോൺ തകർക്കുന്നു. സൈമൺ വിളിക്കുമ്പോൾ ഫോൺ ഓഫായിരുന്നു. അതുകൊണ്ട് അവൻ അമ്മയുടെ അടുത്തേക്ക് പോകുന്നു. എലീസയുമായുള്ള ബന്ധം നിലനിർത്താൻ ഒരു ശ്രമം കൂടി നടത്തണമെന്ന് അമ്മ അവനെ ഉപദേശിക്കുന്നു. സൈമൺ നേരെ എലീസയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവൻ അവളെ ഒരുപാട് അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അവൾക്ക് അവനെ ഇനി വിശ്വാസമില്ലായിരുന്നു. ഇതുകാരണം സൈമണ് ഒരു പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നു. അവൻ എങ്ങനെയൊക്കെയോ വീട്ടിലെത്തുന്നു. തന്റെ ചിത്രങ്ങൾ കളയാൻ പോകുമ്പോൾ അവൻ നിലത്ത് വീണ് ബോധരഹിതനാകുന്നു. കണ്ണു തുറക്കുമ്പോൾ അവൻ ഒരു ആശുപത്രിയിലായിരുന്നു. അവിടെ അച്ഛനുമുണ്ടായിരുന്നു. എലീസയ്ക്ക് നിന്റെ കൂടെ കഴിയാൻ താൽപ്പര്യമില്ലെങ്കിൽ നീ അവളെ വിടണമെന്ന് അച്ഛൻ ഉപദേശിക്കുന്നു. നീ നിന്റെ ജീവിതത്തിൽ മുന്നോട്ടു പോകണം. അച്ഛന്റെ വാക്കുകേട്ട് സൈമൺ എലീസയെ മറക്കാൻ തീരുമാനിക്കുന്നു. പൂർണ്ണമായി സുഖം പ്രാപിച്ച ശേഷം അവൻ അച്ഛന്റെ പുസ്തക പ്രകാശന ചടങ്ങിലെത്തുന്നു. അവിടെ വെച്ച് അവൻ തന്റെ അമ്മയെ കാണുന്നു. അവൻ സുഖമായിരിക്കുന്നതിൽ അമ്മ സന്തോഷവതിയായിരുന്നു. സിനിമയുടെ അവസാനം സൈമണിന്റെ കുടുംബം വീണ്ടും ഒത്തുകൂടുന്നത് നാം കാണുന്നു. കാരണം ലാലി ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരുന്നു. ലാലി ആ കുഞ്ഞിനെ സൈമണിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അവൻ ആശയക്കുഴപ്പത്തിലാകുന്നു. ഈ കുഞ്ഞിന്റെ അച്ഛൻ താനാണോ അതോ സ്വന്തം അച്ഛനാണോ എന്ന് അവൻ ചിന്തിക്കുന്നു. എന്നാൽ അത് തന്റെ കുഞ്ഞാണെന്ന് സൈമൺ ഉറപ്പായിരുന്നു. യഥാർത്ഥത്തിൽ ലാലിക്ക് ഒരു കുഞ്ഞിനെ വേണമായിരുന്നു. അച്ഛനോടൊപ്പം സുരക്ഷിതമായി കഴിയാൻ വേണ്ടിയാണ് അവൾ സൈമണെ ഉപയോഗിച്ചത്. എല്ലാവരും ആഘോഷിക്കുമ്പോൾ സൈമണും അമ്മയും ദൂരെയിരുന്ന് ഇത് നോക്കുന്നു. തങ്ങളിനി ഈ കുടുംബത്തിന്റെ ഭാഗമല്ലെന്ന് അവർക്ക് തോന്നുന്നു. ഈ രംഗത്തോടെ കഥ അവസാനിക്കുന്നു. ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.